2026 ഈ കാലത്ത് CPM അണികൾക്ക് നേരം വെളുത്തിട്ടില്ല എന്നതിന്റെ തെളിവാണ് കമ്മി എന്ന പേര് അവർക്ക് അനർഹമാക്കിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത്. രാഷ്ട്രീയ ചരിത്രത്തിലെ അണികളുടെ അന്ധമായിട്ടുള്ള പാർട്ടി ഭക്തിയും അതിന്റെ പേരിൽ അരങ്ങേറുന്ന അക്രമങ്ങളും പുതിയ വാർത്തയൊന്നുമല്ല. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ട് ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ CPM അണികൾ നടത്തിയിട്ടുള്ള അക്രമം കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പൊള്ളത്തരവും നിയമവ്യവസ്ഥയോടുള്ള നഗ്നമായിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് തുറന്നു കാണിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാസപ്പടി വിവാദത്തിലെ ED പരിശോധനയ്ക്ക് പിന്നാലെയാണ് വലിയ പരാക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. CPMലെ ഏറ്റവും വലിയ പരാജയം അല്ലെങ്കിൽ ഏറ്റവും വലിയ അധർമ്മം എന്ന് പറയുന്നത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ബലിയാടാക്കപ്പെടുന്ന അണികളാണ്. രക്തസാക്ഷികളൊക്കെ അങ്ങനെ ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ. ഒരു രക്തസാക്ഷി ഉണ്ടാക്കും, എന്നിട്ട് അവരുടെ പേരിൽ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. പക്ഷെ ആ രക്തസാക്ഷി ഒരു വീട്ടിലെ ഒരു കുടുംബനാഥനോ മകനോ ഭർത്താവോ ഒക്കെയാണ്. നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും, അയാളുടെ ജീവിതം അവസാനിക്കും. എന്നിട്ട് അയാളുടെ പേര് വല്ല വെയിറ്റിംഗ് ഷെഡിനോ അല്ലെങ്കിൽ വല്ല മണ്ഡപത്തിനോ കൊണ്ടിട്ടിട്ട് എന്താ കാര്യമുള്ളത്? അണികൾ ഈ പറയുന്ന നേതാക്കന്മാരുടെ എന്താ പറയുക, ഗുണ്ടാക്കത്തേക്ക് ഇരയാകാൻ വേണ്ടിയിട്ടുള്ള അവരുടെ രാഷ്ട്രീയമായ വളർച്ചയ്ക്കുള്ള വളം മാത്രമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. തിരുവനന്തപുരത്തൊക്കെ ഇത്തരത്തിലുള്ള പരാക്രമങ്ങളിൽ ഇടപെടാൻ അണികളെ പ്രേരിപ്പിക്കുന്ന വേറൊന്നുമല്ല, നേതാക്കള് അവരുടെ പ്രീതി പിടിപ്പിക്കുക. ഇപ്പൊ നടന്ന സംഭവത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് പാർട്ടിയിലെ ഔദ്യോഗിക പദവികളോ അംഗത്വമോ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി അണികൾ തെരുവിൽ അക്രമം അഴിച്ചുവിട്ടു എന്നതാണ്. രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്, പരാതി കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടത് ഒരു നിയമപരമായ ഏജൻസിയുടെ കടമയാണ്. എന്നാൽ അത്തരം വസ്തുതകൾ മനസ്സിലാക്കാതെ മുൻ ഭരണ നേതൃത്വത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി തെരുവിൽ ചോര ചിന്താനും അക്രമം നടത്താനും അണികൾ തയ്യാറാകുന്നത് രാഷ്ട്രീയ അടിമത്തത്തിന്റെ ലക്ഷണമല്ലാതെ വേറെന്താണ്? മുൻകാലങ്ങളിൽ നേരത്തെ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിലും സമാനമായിട്ടുള്ള പ്രതിരോധ തന്ത്രങ്ങളാണ് പാർട്ടി സ്വീകരിച്ചിരുന്നത്. ഇവിടെ നേതാക്കളുടെ മക്കളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള അണികൾ സ്വന്തം ജീവിതവും അവരുടെ ഭാവിയും പണയപ്പെടുത്താണ് ചെയ്യുന്നത്. കാരണം ഇതില് കേസും വഴക്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നാലെ വരും. അത് കയറി ഇറങ്ങി ഒരു പാസ്പോർട്ട് എടുക്കാനോ അല്ലെങ്കിൽ വിദേശ ജോലിക്ക് വല്ലതും പോകാനോ, ഇനി അത് അല്ലെന്നുണ്ടെങ്കിൽ സർക്കാർ ജോലിക്ക് പോലും കിട്ടാതിരിക്കാനോ ഒക്കെ കാരണമാകും. അത് മാത്രമല്ല, ഒരു ഗുണ്ടയായി കാലാകാലവും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നിയമത്തിന്റെ വഴി ഈ നേതാക്കള് തങ്ങളുടെ അണികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. PDPP ആക്ട് ഒന്നും പറഞ്ഞു കൊടുക്കുന്നേ ഇല്ല. വാഹനങ്ങൾ തല്ലി തകർത്ത അണികൾ വിസ്മരിച്ച ഒന്നാണ് ഈ പൊതുമുതൽ നശീകരണ നിരോധന നിയമം, PDPP ആക്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായിട്ട് ഉദ്യോഗസ്ഥൻ വാടകയ്ക്കെടുത്ത ടാക്സി വാഹനങ്ങളാണ് ഇവിടെ തകർക്കപ്പെട്ടത്. നിയമപ്രകാരം ഇത്തരം അക്രമങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള തടവും നേരിടേണ്ടി വരും എന്നുള്ളത് വ്യക്തമാണ്. നശിപ്പിക്കപ്പെട്ട വാഹനങ്ങളുടെ ഇരട്ടി വില കോടതിയിൽ കെട്ടിവെക്കാതെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ആവേശത്തിന് ഇറങ്ങി കാറങ്ങ് തല്ലിപ്പൊളിക്കുക. ആ ചിത്രങ്ങൾ കാണാൻ എന്തൊക്കെയായിരുന്നു, എന്തൊരു ആവേശമായിരുന്നു. അതിന്റെ മുൻ ചില്ല് ഇഷ്ടിക കൊണ്ട് തല്ലിപ്പൊളിക്കുന്നു, സൈഡ് മിറർ അടിച്ചു പൊളിക്കുന്നു, സൈഡ് വിൻഡോസ് അടിച്ചു പൊളിക്കുന്നു, ബേക്കിൽ ഗ്ലാസ് അടിച്ചു പൊളിക്കുന്നു, എന്തൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുമോ അതൊക്കെ അടിച്ചു പൊളിക്കുന്നു. വലിയ ആവേശമായിരുന്നു. പക്ഷെ ആ വിലപിടിപ്പുള്ള കാറിന്റെ ഡബിൾ വില കെട്ടിവെക്കാതെ ജാമ്യം കിട്ടില്ല എന്ന് പറയുമ്പോൾ അവന്റെ കാട്ടയം കൊണ്ട് മുടങ്ങിയില്ല. ആര് പാർട്ടി കെട്ടിവെക്കുമോ? പിന്നെ പാർട്ടിക്ക് അതല്ലേ പണി. പണ്ട് KSRTC ബസ്സുകൾ തല്ലിപ്പൊട്ടിച്ചിരുന്ന രാഷ്ട്രീയ ശൈലി ഈ കടുത്ത നിയമം വന്നതോടെയാണ് മാറിയത്. മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ അക്രമം നടത്തിയവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടിയ സംഭവം നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മുടെ CPMന്റെ ഈ ഗുണ്ടകൾക്ക് അല്ലെങ്കിൽ ഈ അണികളെന്ന് പറയുന്നവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇവിടെ അക്രമം നടത്തിയിട്ടുള്ള അണികളുടെ കുടുംബങ്ങൾ ഇനിയിപ്പോ കടക്കണിയിലാവുമോ അല്ലെങ്കിൽ ജപ്തി നേടുകയോ ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ അവർ തെരുവിലിറങ്ങിയത് ആ നേതാക്കൾ സുരക്ഷിതരായി തങ്ങളുടെ വീടുകളിൽ തുടരും, അവിടെ ഇരിക്കും, അവരുടെ പദവികളും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കും. അവർക്ക് വേണ്ടി പണമൊഴുക്കാൻ അപ്പോഴും പലരും ഉണ്ടാകും. ഇവരവർ കൈയൊഴിഞ്ഞിട്ടുണ്ടാവും. അവർക്ക് വേണ്ടി ചോര എടുക്കാൻ പുതിയ മാർഗങ്ങൾ തേടി അവർ പോയിട്ടുണ്ടാവും എന്നത് ആ യാഥാർത്ഥ്യം അണികൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരം. എന്തെങ്കിലും ചില ഒത്തുതീർപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ, അതായത് വണ്ടി പോയവന് വണ്ടി വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ അതുപോലെ കേസില്ലാതെയൊക്കെ ഒതുക്കുക, ഇതൊക്കെ കലാപരിപാടികൾ പാർട്ടി നേതാക്കളും പോലീസും തമ്മിൽ ഒത്തുതീർപ്പ് കാര്യങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ഈ സംഭവം വിവാദമായപ്പോൾ പോലീസുമായി ഒത്തുതീർപ്പുണ്ടാക്കി 5 ഡമ്മി പ്രതികളെ കൈമാറിയിട്ട് കേസൊതുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. പക്ഷെ അത് നടക്കൂല. കാരണം പോലീസിന്റെ കയ്യിൽ ശക്തമായ തെളിവുകളുണ്ട്. തകർക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. വാഹനങ്ങൾ തകർക്കുന്ന, അവിടെ കലാപം ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോ ദൃശ്യങ്ങളും ഓരോ വ്യക്തിയുടെ മുഖമടക്കം പോലീസിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഡമ്മി പ്രതികളെ കൈമാറി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് ഇത്രയധികം കലഹം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ
പണി 8ന്റെ പണി കിട്ടുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഭരണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. പോലീസിനുള്ള ചില രാഷ്ട്രീയ സ്വാധീനങ്ങളോ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ പൂർണ്ണമായിട്ട് ഒത്തുതീർക്കുന്നു, ഇല്ലാതാകുമെന്ന് പറയാനും പറ്റൂല. പക്ഷേ ആക്രമിക്കപ്പെടുന്നത് കേന്ദ്ര ഏജൻസി ആയതുകൊണ്ട് തന്നെ ഇത് NIA പോലെയുള്ള ഉയർന്ന ഏജൻസികളിലേക്ക് പോകാനും UAPA അടക്കമുള്ള കനത്ത വകുപ്പുകൾ ചുമത്തപ്പെടാനുമുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതായത് നേതാക്കളുടെ അഴിമതികൾക്കും കുടുംബ താല്പര്യങ്ങൾക്കും സംരക്ഷണം നൽകാൻ വേണ്ടി സാധാരണക്കാരായിട്ട് യുവാക്കളെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടുന്ന ശൈലി ജനാധിപത്യത്തിനും ആപൽക്കരമാണ് എന്നത് ജനാധിപത്യ ബോധമുള്ളവർ എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. രക്തസാക്ഷികളെ സൃഷ്ടിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നേതാക്കളുടെ തന്ത്രങ്ങൾ അവർക്ക് വേണ്ടി തല്ലുകൊള്ളാനും ചാകാനും നടക്കുന്ന അണികൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിയമം അതിന്റെ കർശനമായ വഴിക്ക് നീങ്ങിയാൽ, അങ്ങനെ നീങ്ങുമ്പോൾ അന്ധമായിട്ടുള്ള പാർട്ടി ഭക്തി തെരുവിൽ അക്രമമായി മാറുന്ന പ്രതിഭാസം ഇല്ലാതെ ആയേ പറ്റൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ അക്രമ പ്രവർത്തനം നടത്തുന്നതിന്റെ കുടുംബത്തിനും അവന്റെ കുട്ടികളും വഴിയാധാരമായി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇവിടെ തിരുവനന്തപുരത്ത് ഈ അക്രമ സംഭവം, ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ നല്ല മുഖം തെളിഞ്ഞു നിൽക്കുന്ന ആ മഹാന്മാരുണ്ട്. പ്രിയപ്പെട്ട സഖാവിന് വേണ്ടി കുടുംബം തൊലച്ച്, കുട്ടികളുടെ ജീവിതം തൊലച്ച് തെരുവിലേക്ക് ഇറങ്ങപ്പെട്ട മഹാന്മാർ. അവരുടെ ആ ശ്രമത്തിൽ നമോഭാഗം എന്നല്ലാതെ ഒന്നും പറയാനില്ല. Different angles. Don't forget to subscribe and support this channel.